കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. കാസർഗോഡ് എം.എൽ. അശ്വിനി, വടകര പ്രഫുൽ കൃഷ്ണൻ, മലപ്പുറം ഡോക്ടർ അബ്ദുൾ സലാം, പാലക്കാട് സി. കൃഷ്ണകുമാർ, തൃശൂർ സുരേഷ് ഗോപി, ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ, കോഴിക്കോട് എം.ഡി. രമേശ്, പത്തനംതിട്ട അനിൽ ആന്റണി, ആറ്റിങ്ങൽ വി. മുരളീധരൻ, തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ, കണ്ണൂർ സി. രഘുനാഥ്, പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യം എന്നിവരാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത്. തിരുവനന്തപുരത്ത് ബി.ജെ.പി. ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് ഇറക്കിയത്. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് മത്സരിക്കുന്നത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും ആലപ്പുഴ ശോഭ സുരേന്ദ്രനും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി. വയനാട്ടിലോ വടകരയിലോ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമെന്നായിരുന്നു സൂചന. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ബി.ജെ.പി. 16 സംസ്ഥാനങ്ങളിലെ 195 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 34 കേന്ദ്രമന്ത്രിമാരും 2 മുൻ മുഖ്യമന്ത്രിമാരും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചു. പട്ടികയിൽ 28 വനിതാ സ്ഥാനാർത്ഥികളുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചു. പ്രധാനമന്ത്രി ഇത്തവണയും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ജനവിധി തേടും. 3ാം തവണയാണ് മോദി ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. കേരളത്തിലെ 12 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അതേസമയം തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന ബി.ജെ.പിയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പട്ടികയിൽ 47 യുവജനങ്ങളും 29 വനിതകളും ഇടം പിടിച്ചു. മാർച്ച് 10-ന് മുമ്പായി 50% സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഇത്തവണ എൻ.ഡി.എ 400 സീറ്റുകളാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 370 സീറ്റുകളിൽ ബി.ജെ.പിക്ക് ജയിക്കാനാകുമെന്നാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത്.